നമസ്കാരം. അറിയാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇറാന്റെ എണ്ണ ശുദ്ധീകരണശാലകളും സംഭരണ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെ ടെഹ്റാന്റെ ആകാശത്ത് കറുത്ത മേഘപടലങ്ങൾ രൂപപ്പെട്ടതായി റിപ്പോർട്ടുകൾ. രാവിലെ പെയ്ത മഴയ്ക്കും കറുത്ത നിറമുണ്ടായിരുന്നുവെന്നും വെള്ളത്തിൽ എണ്ണപ്പാട പോലെയുള്ള അവശിഷ്ടങ്ങൾ കാണപ്പെട്ടുവെന്നും പ്രദേശവാസികളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വയനാട് ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെ CPM ജില്ലാ സെക്രട്ടറിയോട് അതൃപ്തി പ്രകടിപ്പിച്ച നടൻ മമ്മൂട്ടിക്കെതിരെ സൈബർ ആക്രമണം. ഇടതുപക്ഷ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നാണ് വിമർശനമുയരുന്നത്. സംഭവം വിവാദമായതിന് പിന്നാലെ അപമാനിക്കാൻ ഉദ്ദേശിച്ചല്ല താൻ സംസാരിച്ചതെന്ന് മമ്മൂട്ടി റഫീഖിനോട് ഫോൺ വിളിച്ച് പറഞ്ഞു. തിരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചാൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുമെന്ന കോൺഗ്രസ് വാഗ്ദാനത്തെ പരിഹസിച്ച് മന്ത്രി KB ഗണേഷ് കുമാർ. 2 മാസം കൊണ്ട് KSRTCയും നാട്ടുകാരും വഴിയാധാരമാകുമെന്ന് മന്ത്രി പരിഹസിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ബംഗാൾ സന്ദർശനത്തിനിടെയുണ്ടായ സുരക്ഷാ വീഴ്ചകളിലും പ്രോട്ടോകോൾ ലംഘനങ്ങളിലും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ ബംഗാൾ ചീഫ് സെക്രട്ടറി നന്ദിനി ചക്രവർത്തിയിൽ നിന്ന് റിപ്പോർട്ട് തേടി.